Hi, hello, assalamu alaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് ബോട്ടിൽ ക്യാപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഇതുപോലത്തെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അച്ചാർ ബോട്ടിൽ അതുപോലെ ജാമിൻ്റെ ഒക്കെ ബോട്ടിലിന് വരില്ലേ അതുപോലത്തെ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, ബാംബൂ സ്റ്റിക്ക്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈർക്കിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഓരോ പീസും ഞാനൊരു 11 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് കൂടുതൽ പീസ് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പീസ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ എത്ര പീസ് വേണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ ഒട്ടിച്ചതിന് ശേഷം. പിന്നെ കുറച്ച് ജൂട്ട് ക്ലോത്താണ് വേണ്ടത്. അപ്പോൾ പഴയ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇനി അതിന്ന് ഞാൻ റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് വേണം കേട്ടോ. അതുപോലെ തന്നെ ആ ക്യാപ്പിൻ്റെ സൈസിനനുസരിച്ചുള്ള 2 പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ബോട്ടിൽ ക്യാപ്പ് അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ഉപയോഗിച്ചാൽ മതി. ഇനി ആ ബോട്ടിലിന് ചുറ്റും ആ ക്ലോത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ പീസ് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ചെറിയ പീസും കൂടെ അതിൻ്റെ അകത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ മറ്റേ ബോട്ടിലിൻ്റെ ക്യാപ്പും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഓരോ സ്റ്റിക്കും ആ ഒരു ക്യാപ്പിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ സ്റ്റിക്കും ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ അതിന് പകരമായിട്ട് ആ ക്യാപ്പിൻ്റെ അകത്ത് കൊള്ളുന്ന ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബോട്ടിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആ സ്റ്റിക്കുകളെല്ലാം അതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈസിയാണ്, പിന്നെ ഒരുമിച്ച് വെച്ചിട്ട് ഒട്ടിക്കാനും പറ്റും. പക്ഷെ നമ്മൾ സ്റ്റിക്ക് വെക്കുമ്പോൾ നമുക്ക് എത്രയാണോ ഓരോ സ്റ്റിക്കും ഗ്യാപ്പ് വേണ്ടത് അതിനനുസരിച്ച് ആ ബോട്ടിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്യാപ്പിൻ്റെ സൈഡിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ബോട്ടിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പം ആ ക്യാപ്പിൻ്റെ സെൻറ്ററിലൊന്നും ഗ്ലൂ ആവരുത് കേട്ടോ. അപ്പോൾ ആ ബോട്ടിലും അതിൽ ഒട്ടിപ്പോവും. അല്ലെങ്കിൽ ഓരോ സ്റ്റിക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഈസി അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതാണ് ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. പിന്നെ 3 സ്റ്റിക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അത് ലാസ്റ്റാണ് കേട്ടോ ഒട്ടിക്കുക. പിന്നെ ആ ബോട്ടിൽ കുറച്ച് സമയം അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റിക്കൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നവരെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ബോട്ടിൽ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റിക്കും റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ ക്യാപ്പിൽ സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ സ്റ്റിക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ചെറിയൊരു ജൂട്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തിന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൻ്റെ സെൻറ്റർക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ കൈ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു റിങ് പോലെ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി അതാ ബോട്ടിൽ ക്യാപ്പിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഫ്ലവേഴ്സാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയ ബേർഡൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഏത് ടൈപ്പ് ഫ്ലവേഴ്സ് ആണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫോം ഫ്ലവേഴ്സും അതുപോലെ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലീവ്സ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സെൻറ്ററിൽ ഞാനൊരു റെഡ് കളർ ഫ്ലവറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ചെറിയ പേപ്പർ ഫ്ലവറും ഫോം ഫ്ലവറും ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അതിന് ചുറ്റും ചെറിയ ലീവ്സ് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ അകത്ത് ഫ്ലവേഴ്സും സ്റ്റേമെൻസും ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈഡിൽ മാത്രം ഫ്ലവേഴ്സ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് LED ലൈറ്റ് ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിൽ 3 സ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ 11 സെൻറ്റിമീറ്റർ നീളത്തിലാണ് സ്റ്റിക്കുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയുള്ള 3 സ്റ്റിക്കും കുറച്ചും കൂടെ സൈസ് കുറച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ 3 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ സ്റ്റിക്കിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ക്യാപ്പ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽ ക്യാപ്പുകൾ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാ പീസും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലൊക്കെ കുറച്ചും കൂടെ ലീവ്സും കൂടെ വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബോട്ടിൽ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള റിങ് ഒട്ടിച്ചു കൊടുത്തല്ലോ, അവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു ലേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതും കൂടി ഞാൻ ആ മുകളിലുള്ള ക്യാപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലേസിന് പകരം നിങ്ങൾക്ക് ഹാഫ് ബീഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ആ ലൈസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിക്കിലും 2 ലീഫും ഒരു ഫ്ലവറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഫോം ഫ്ലവർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. റിബൺ വെച്ചിട്ടും അതുപോലെ ഫോം ഷീറ്റ് വെച്ചിട്ടൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളാണ്, ബോട്ടിലിൻ്റെ ക്യാപ്പുകളൊക്കെ നമ്മളെ വീട്ടിലുള്ളതാണ്. പിന്നെ അതുപോലെ പഴയ ചാക്കുകൾ എടുത്താൽ മതി. പിന്നെ ഫ്ലവേഴ്സ് നിങ്ങൾ പഴയ ഡ്രസ്സിലോ ഹെയർ ബാൻഡിലൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാത്തതുണ്ടെങ്കിൽ അതെടുത്തിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.